ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. ഇതൊരു ഫ്രൈഡേ എടുത്ത വ്ളോഗാണ് കേട്ടോ. ഇന്ന് ഇക്കാക്ക് ഫുൾ ഡേ ഓഫും ആണ്. അങ്ങനെ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് പൊറോട്ടയും അതുപോലെ തന്നെ മുട്ട കുറുമയും ആയിരുന്നു കേട്ടോ. സംഭവം ഒരുപാട് നാൾക്ക് ശേഷമാണ് മുട്ടക്കുറുമയും അതുപോലെ തന്നെ പൊറോട്ടയും ആയിട്ട് കഴിക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ മുട്ടക്കറിയൊക്കെ വെക്കുന്ന ദിവസം മിക്കവാറും ഐസിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഈ എഗ് വൈറ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ആൾക്ക് വേണ്ടി ഞാൻ സെപ്പറേറ്റ് മുട്ട പുഴുങ്ങിയിട്ടുണ്ടാകും. അതുപോലെ തന്നെ ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് നമ്മൾ ഒരുപാട് വൈകിയാണ് കേട്ടോ എണീറ്റത്. ഇന്നലെ രാത്രി സിനിമയൊക്കെ കണ്ട് ഒരുപാട് ലേറ്റായിട്ടായിരുന്നു ഉറങ്ങിയത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും എല്ലാം ലേറ്റായിട്ടായിരിക്കും കേട്ടോ. പിന്നെ ഇന്നലെയൊക്കെ ജോലി കഴിഞ്ഞ് വന്ന സമയത്ത് മീനൊക്കെ മേടിച്ചുകൊണ്ടാണ് വന്നത്. അതുകൊണ്ട് നമുക്ക് ഉച്ചക്കത്തേക്ക് മീൻകറിയൊക്കെ വെക്കാനുണ്ട്. അങ്ങനെ നമ്മൾ രാവിലെ എല്ലാവരും കൂടി ഇന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. ഐസും കുറച്ചൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പൊറോട്ടാൻ്റെയും മുട്ട റോസ്റ്റിൻ്റെയും ഞാൻ കടിഞ്ചായയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ മാത്രമേ പാൽ ചായ ഉണ്ടാക്കാറുള്ളൂ. എനിക്ക് എന്നെക്കാട്ടി നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബാത്റൂമിലൊക്കെ വെള്ളമൊക്കെ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ടാപ്പിൽ കൂടെ ചൂട് വെള്ളം ആയതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ എണീറ്റ് വെള്ളമൊക്കെ പിടിച്ചു വെക്കും കേട്ടോ. അതാകുമ്പോൾ ഒരു ഉച്ച സമയം അല്ലെങ്കിൽ ഒരു 10-11 മണിയൊക്കെ ആകുമ്പോൾ വെള്ളമൊക്കെ തണുത്തിട്ടുണ്ടാവും. അങ്ങനെ വാവേനെ ഒന്ന് കുളിപ്പിക്കുകയൊക്കെ ചെയ്തു. ആളുടെ മാലയും വളയൊക്കെ ഞാൻ ഊരി വെച്ചു കേട്ടോ. എല്ലാം കടിച്ച് പൊട്ടിക്കലാണ്. അതുകൊണ്ട് അതൊക്കെ ഊരി വെച്ചു. അപ്പോൾ ഇന്ന് ഈ ഒരു കുട്ടി ഫ്രോക്കാണ് കേട്ടോ ആൾക്ക് വേണ്ടി ഇട്ട് കൊടുക്കുന്നത്. ഇത് കോട്ടനാണ്, അതുകൊണ്ട് തന്നെ വലിയ ചൂടെടുക്കത്തില്ല. അതുപോലെ നമ്മളിത് കോട്ടയത്തു നിന്ന് മേടിച്ചാണ് കേട്ടോ. അതിനുശേഷം ഐസിൻ്റെ മുടിയൊക്കെ ഒന്ന് ചീവി കൊടുക്കുന്നുണ്ട്. ഇപ്പം നല്ലപോലെ മുടിയൊക്കെ ഒന്ന് വളർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഒരു 2 മാസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്ക് 2 വയസ്സാകും. അപ്പോൾ ആ ഒരു ബർത്ത്ഡേക്ക് മുമ്പായിട്ട് മുടിയൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അധികം വെട്ടിക്കളയുന്നൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഷേപ്പ് ചെയ്യൽ മാത്രമേ ഉള്ളൂ. പിന്നെ ആൾക്ക് ക്രീമൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. ആൾക്കിപ്പോൾ സ്വന്തമായിട്ട് എല്ലാം ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. അങ്ങനെ സ്വന്തമായിട്ട് മുഖത്തൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. ഒരുങ്ങാനൊക്കെ അത്യാവശ്യം ഇഷ്ടമാണ്. എന്നാൽ ചില സമയം ഭയങ്കര അലമ്പാണ്. ഇത്തവണ എന്തായാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു സമയം മിക്ക ഉറങ്ങുമായിരുന്നു കേട്ടോ. രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് ആൾ ഒന്നും കൂടി ഒന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അവധി ദിവസം കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് ഉറക്കം ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടുതലായിരിക്കും കേട്ടോ. അങ്ങനെ വാവയായിട്ട് കുറച്ച് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ കിച്ചണിലോട്ട് കയറി. അപ്പോൾ ഉച്ചക്കത്തേക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആവോലിയും അതുപോലെ തന്നെ വറ്റിയും മിച്ചം ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടും കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ തല മാത്രം എടുത്ത് കറി വെക്കാമെന്ന് വിചാരിച്ചു. ബാക്കി പീസ് എടുത്ത് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് തേങ്ങാമുളകും കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ തേങ്ങയിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഇളം ചൂടുള്ള വെള്ളവും മുളക് പൊടിയും പിന്നെ 2 കഷ്ണം വെളുത്തുള്ളിയും കൂടി ഞാൻ ചേർത്ത് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ ചട്ടിയൊക്കെ ഒന്ന് വെച്ച് അതിലേക്ക് നമ്മൾ അരപ്പൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ മിക്കവാറും നമ്മൾ മുളക് കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇവിടെ ഈ ഒരു കറിയോട് വലിയ താല്പര്യമില്ല. എനിക്കിഷ്ടമാണ്, പക്ഷേ ഇക്കാക്ക് അത്ര താല്പര്യമൊന്നുമില്ല. പിന്നെ നമ്മൾ ആവശ്യത്തിനും വെള്ളവും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം 2 കഷ്ണം പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 കഷ്ണം പുളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ അരപ്പൊക്കെ ഒന്ന് തിളച്ച് വരണം. അപ്പോഴത്തേക്ക് നമ്മൾ പൊരിക്കാനുള്ള മീനൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും ആവോലിയും നെന്മീനും കൂടിയാണ് കേട്ടോ. അതിലേക്ക് നമ്മൾ പൊരിക്കാൻ വേണ്ടി ആവശ്യത്തിന് മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞ പോലെ തന്നെ വാവയ്ക്കും പൊരിച്ച മീൻ കുറച്ചൊക്കെ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ എരിവൊക്കെ നല്ല കുറച്ചാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഉപ്പും പിന്നെ നാരങ്ങ നീരും ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം നമ്മളൊരു നുള്ളു കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ, കുറച്ച് സമയം ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടി. അങ്ങനെ എല്ലാം ഒന്ന് മസാലയൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. ചിലപ്പോഴൊക്കെ ഈ മീൻ പൊരിക്കുന്ന മസാലയൊക്കെ ഞാനൊരു നുള്ളു കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ. പക്ഷേ ഇത്തവണ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അങ്ങനെ വളരെ ലൈറ്റായിട്ട് നമ്മൾ മസാലയൊക്കെ ചേർത്തിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ അതെല്ലാം ഒന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നേരെ ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നുണ്ട്. പിന്നെ ഈ ഒരു സമയം നമ്മൾ ചോറും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചോറൊക്കെ ഊറ്റിയതിന് ശേഷം ബാക്കി കറിയുടെ പരിപാടിക്ക് ഇറങ്ങി. അപ്പോൾ ഈ ഒരു സമയമായപ്പോൾ നമ്മുടെ കറിയൊക്കെ ഏകദേശം തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് മീനിട്ട് കൊടുക്കാം. മീനല്ല, കൂടുതലും മീനിൻ്റെ തലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്.
അതുപോലെ ഇന്ന് എനിക്ക് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ഇടിയപ്പച്ചെമ്പിൻ്റെ തട്ട് ഫുള്ള് അരവാണ് കേട്ടോ. അത് രാവിലെ തന്നെ കഴുകാൻ നിന്നതാണ്. കൈയുടെ പല ഭാഗത്തായിട്ട് അത്യാവശ്യം മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല വേദന ഉണ്ടായിരുന്നു. പക്ഷെ മുറിവൊന്നും അത്ര വലിയ മുറിവൊന്നും അല്ല. പക്ഷേ ഈ ടാപ്പിൽ കൂടെ വരുന്നത് കൂടുതലും ചൂടുവെള്ളമായതുകൊണ്ട് കൈയൊക്കെ നനയുമ്പോൾ നല്ല വേദനയായിരുന്നു. അതുകൊണ്ട് തന്നെ ഉച്ചക്കത്തേക്ക് നമ്മൾ മീൻകറിയും മീൻ പൊരിച്ചതും ഒക്കെ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. അങ്ങനെ മീൻ കറിയൊക്കെ ഏകദേശം ഒന്ന് വേവിക്കാൻ വെച്ചതിന് ശേഷം മീനൊക്കെ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴത്തേം പോലെ മീൻ കുറച്ച് കൂടുതലെടുത്ത് പൊരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഫിഷ് ഫ്രൈ ഒക്കെ റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് ആയപ്പോഴാണ് കറിവേപ്പിലയുടെ കാര്യം ഓർത്തത്. അങ്ങനെ അതും കൂടിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സമയമൊക്കെ ആയപ്പോൾ നമ്മളെ കറിയൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മീനൊക്കെ പൊരിച്ചതിന് ശേഷം നമ്മൾ കറിയും കൂടിയൊക്കെ ഒന്ന് താളിക്കാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കറിയൊക്കെ ഒന്ന് താളിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വെളിച്ചെണ്ണയും കുറച്ച് ഉലുവയൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത സവോളയും കൂടി ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഒരു നുള്ളു മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ താളിച്ചതും കൂടിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മീൻകറി സെറ്റായിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി സ്മെല്ലായിരുന്നു ഇത് റെഡിയായപ്പോൾ തന്നെ. അതിനുശേഷം എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ജസ്റ്റ് കണ്ണൊക്കെ ഒന്ന് എഴുതാമെന്ന് വിചാരിച്ചു. വീട്ടിൽ നിൽക്കുന്ന സമയം അങ്ങനെ ഓർണമെൻറ്റ്സോ അല്ലെങ്കിൽ മേക്കപ്പോ അങ്ങനെ ഒന്നും ഇടാറില്ല കേട്ടോ. അങ്ങനെ ഞാൻ എന്ത് ചെയ്താലും വാവയ്ക്കും വേണം. അങ്ങനെ ആൾക്കും കൂടി കണ്ണൊക്കെ ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം ഊണെടുക്കാൻ വേണ്ടി പോയപ്പോൾ ഇക്കാക്ക് സാലഡ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കൈ നല്ല വേദന ആയതുകൊണ്ട് തന്നെ ഇക്ക തന്നെ ഉണ്ടാക്കുവാണ് കേട്ടോ. അങ്ങനെ സവോളയും അതുപോലെ തന്നെ പച്ചമുളകൊക്കെ കട്ട് ചെയ്ത് വിനാഗിരിയിലൊന്ന് ഇട്ടെടുക്കുന്നുണ്ട് കേട്ടോ. ഫിഷ് ഫ്രൈൻ്റെ കൂടെ ഇങ്ങനെ കഴിക്കാൻ ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിനുശേഷം നമ്മൾ ചോറും കൂടിയൊക്കെ ഒന്ന് എടുക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ഇന്നത്തെ ലഞ്ച് സ്പെഷ്യൽ മീൻ കറി അതുപോലെ തന്നെ മീൻ പൊരിച്ചതുമായിരുന്നു കേട്ടോ. സംഭവം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇന്ന് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഉച്ചയൂണ് നമ്മളൊരു 3 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ കഴിക്കുന്നത്. അങ്ങനെ ഇക്കാക്കുള്ള ചോറ് എടുത്തതിന് ശേഷം വാവയ്ക്കുള്ള ചോറും കൂടി ഒന്ന് വിളമ്പി എടുത്തിട്ടുണ്ട്. ആദ്യം വാവയ്ക്ക് കൊടുത്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ കഴിക്കുന്നത്. അല്ലെങ്കിൽ ആൾ കഴിച്ചോ ഇല്ലയോ എന്ന് അളവ് മനസ്സിലാവത്തില്ല. അങ്ങനെ ആൾക്ക് ആദ്യം തന്നെ ഒന്ന് വാരി കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചോറൊക്കെ കഴിച്ചതിന് ശേഷം ഒരു ഈവനിങ് ടൈമൊക്കെ ആയപ്പോൾ ഇതുപോലെ എന്താ പറയുക ചിക്കൻ റോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വയ്ക്കുക. നമ്മളെ ബ്രെഡിൻ്റെ അകത്ത് ചിക്കൻ ഫില്ല് ചെയ്ത് വരുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഇത് ഞാൻ മുമ്പ് വീട്ടിലുണ്ടാക്കുമായിരുന്നു. ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചിലരിത് പാലാട പോലെ മൈദ വെച്ച് അപ്പം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് ഫില്ല് ചെയ്തും ഉണ്ടാക്കാറുണ്ട്. ഇത് നമ്മളുടെ ബ്രെഡിൻ്റെ അകത്തായിരുന്നു കേട്ടോ ഈ ഒരു ഫില്ലിങ് വന്നിട്ടുള്ള. അതിനുശേഷം രാത്രിയൊക്കെ ആയപ്പോൾ ഷവായ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഷവായ മേടിച്ചിട്ട് കുറച്ചധികമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ കൂടെ മയോണൈസും പിന്നെ സോസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഷവായൻ്റെ കൂടെ മിക്കവാറും സാലഡൊക്കെ കിട്ടുന്നതാണ്. പക്ഷേ ഇത്തവണ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അവർ വെക്കാൻ മറന്നതാണെന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ ബനാന സോസും ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. മുമ്പൊരു തവണ ഷവായുടെ റൈസ് മേടിച്ചപ്പോൾ വലിയ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത്തവണ നല്ല അടിപൊളിയായിരുന്നു. അതുപോലെ ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കനായിരുന്നു കേട്ടോ. നല്ല ഫ്ലേവറുമാണ്. വാവയ്ക്കും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ എല്ലാമായിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെയൊക്കെ പെപ്സിയും കൂടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാമായിട്ട് നമ്മൾ രാത്രിത്തെ ഫുഡൊക്കെ കഴിച്ചു. അതുപോലെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇഷ്ടപ്പെട്ടതിനെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലോ കേട്ടോ. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.